അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് കനക്കുന്നു. പ്രഖ്യാപനത്തിന്റെ മാനദണ്ഡമെന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വസ്തുതകൾ മനസ്സിലാക്കി വിലയിരുത്തണമെന്നായിരുന്നു മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി. പ്രഖ്യാപനത്തിനായി നാളെ ചേരാനിരുന്ന നിയമസഭാ സമ്മേളനം മാറ്റണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. 64,006 പേരെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയത്. ഇതോടെ രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. നാളെ കേരളം ചരിത്രം സൃഷ്ടിക്കുന്ന മറ്റൊരു നേട്ടം കൈവരിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനമാണ്. ആ നേട്ടം കൈവരിച്ചു കഴിഞ്ഞു. അവരവരുടെ അഭിമാനകരമായ നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. നാളെ പ്രഖ്യാപിക്കാനിരിക്കെ പെട്ടെന്നുയർന്ന വിമർശനങ്ങളെ തള്ളുകയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി. പദ്ധതിക്ക് വലിയ സ്വീകാര്യത കിട്ടി. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലടക്കം വിഷയം ചർച്ചയായതോടെയാണ് വിമർശനങ്ങളുമായി ചിലർ വന്നതെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. അതേസമയം പദ്ധതിയെ വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിദരിദ്രരെ കണ്ടെത്തിയ മാനദണ്ഡം എന്താണെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. കേരളത്തിന് നല്ലത് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്നായിരുന്നു മന്ത്രി പി. രാജീവിന്റെ പ്രതികരണം. ഇതുവരെ പ്രതിപക്ഷ നേതാവ് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നില്ലെന്നും രാജീവ് പറഞ്ഞു. കേരളത്തിൽ ഒന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത്. ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലർ നടത്തുന്നത് അങ്ങേയറ്റം തെറ്റായ സമീപനമാണ്. നാളെ വൈകിട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ തുടങ്ങിയവരും പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാനെത്തും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.